ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അല്ല വല്ലപ്പോഴും വീഡിയോ ഇടുന്ന ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതെന്ന് എനിക്കറിയാം, എന്നാലും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് KLF-നാണ്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ്. ഒരുപാട് പേർക്ക് അറിയുണ്ടാവും, അത് കോഴിക്കോടാണ് എല്ലാ വർഷവും നടക്കാറ്. ഞാൻ ഇതിന് മുൻപത്തെ വർഷം, കഴിഞ്ഞ വർഷമല്ല അതിന് മുൻപത്തെ വർഷം പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പുണ്ട് കൂടെ. അപ്പോൾ എക്സൈറ്റഡ് ആണോ? വെരി എക്സൈറ്റഡ്. എൻ്റെ പിന്നെ അറിയാലോ, എനിക്ക് എവിടേക്കെങ്കിലും റെഡി ആയിട്ട് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. KLF കൂടി ആകുമ്പോൾ ഒരുപാട് സന്തോഷം, കാരണം ഒരുപാട് എഴുത്തുകാരെയൊക്കെ കാണാൻ പറ്റും, അവരുടെ ടോക്സ് കേൾക്കാൻ പറ്റും, അതുപോലെ പല മേഖലയിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെയൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. മാത്രമല്ല DC-യുടെ ഒരു ബുക്ക് ഫെസ്റ്റിവൽ ഉണ്ട് അവിടെ, അപ്പോൾ അവിടെ പോകണം. അതുപോലെ ഇത്തവണ ഫ്ലൂ മാർക്കറ്റൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് പോണത്. ഫുള്ളും പക്ഷികളുടെ ശബ്ദം കേട്ടോ, നടന്നുകൊണ്ടിരിക്കുക അതാണ്. അപ്പോൾ അവിടുന്ന് ട്രെയിനിലാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ വഴിയെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഏകദേശം ഒരു 10 മണിയായപ്പോൾ നമ്മൾ കോഴിക്കോടെത്തി. നമ്മൾ കയറിയ ബസ്സിൽ തന്നെ അവിടെ ബീച്ചിൻ്റെ അവിടെ ഇറങ്ങാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ മനസ്സിലായി ഇന്ന് നല്ല തിരക്കായിരിക്കും എന്നുള്ളത്. അല്ല, KLF-ന് പൊതുവേ KLF എന്ന് പറയുമ്പോൾ അത് കോഴിക്കോടിൻ്റെ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. കോഴിക്കോട് ഉള്ളവർ മാത്രമല്ല, പുറത്തുനിന്നൊക്കെ ഒത്തിരി പേര് വരുന്നതാണ്. മാത്രമല്ല ഇന്നത്തെ ദിവസം, ഇന്ന് KLF-ൻ്റെ 2ാമത്തെ ദിവസമാണ്. ഇന്നാണെങ്കിൽ മണിരത്നം, പ്രകാശ് രാജ്, പാർവതി തിരുവോത്ത്, അതുപോലെ സ്റ്റീഫൻ ദേവസി, അതുപോലെ എഴുത്തുകാരായിട്ടുള്ള ബെന്യാമിൻ, TD രാമകൃഷ്ണൻ, അവരുടെയൊക്കെ ഒരു സ്പെഷ്യൽ സെഷനൊക്കെ ഇന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്ക് ഇന്നിവിടെ കാണാനും ഉണ്ട്. ആദ്യം നമ്മൾ ഓടിയെത്തിയത് പ്രകാശ് രാജിൻ്റെ സെഷൻ കേൾക്കാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ പക്ഷേ ഇതുപോലെ കുറച്ച് പേര് പാട്ട് പാടുന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ വിചാരിച്ചു ആ സെഷൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന്, അത് ആക്ച്വലി കുട്ടികൾക്കുള്ള ഒരു സെഷനായിരുന്നു. ഏകദേശം അത് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവിടെ നിന്നിട്ട് കുറച്ച് നേരം അത് കേട്ടു. അടുത്ത് നമ്മൾ പോയതും കുട്ടികൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഒരു സെഷൻ കേൾക്കാനായിട്ടായിരുന്നു. അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് KR മീരയായിരുന്നു. അവരുടെ മഴ മന്ദഹാസങ്ങൾ എന്ന് പറഞ്ഞ ചെറുകഥയായിരുന്നു വിഷയം. അത് ശരിക്കും പറഞ്ഞാൽ പാരൻസിനും ടീച്ചേഴ്സിനും അതുപോലെ നമുക്കൊക്കെ കേൾക്കാൻ പറ്റിയ ഒരു അടിപൊളി സെഷനായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് DC-യുടെ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. മാത്രമല്ല ഒരുപാട് പുസ്തകങ്ങളായിരുന്നു കേട്ടോ. ശരിക്കും കണ്ടിട്ട് അന്തം വിട്ടുപോയി. നമുക്കിങ്ങനെ ഓടി നടന്ന് പുസ്തകങ്ങൾ വാരി കൂട്ടാൻ തോന്നും. അത്രയ്ക്ക് വലിയൊരു ബുക്സിൻ്റെ കളക്ഷൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല സ്റ്റാളിന് പുറത്തായിട്ട് എഴുത്തുകാരിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് മേടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സൈൻഡ് കോപ്പി നമുക്ക് കിട്ടും. നമുക്കതിൽ അവരുടെ സൈൻ മേടിക്കാം. അതും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ കൺഫ്യൂഷനുമായി ആരുടെയൊക്കെ ബുക്ക് വാങ്ങണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ആദ്യം KR മീരയുടെ ബുക്ക് എടുത്തിട്ടാണ് പോയത്. അവരുടെ നേത്രോന്മീലനം എന്ന് പറഞ്ഞ ബുക്ക് എടുത്തു. ആരാച്ചാറിൽ സൈൻ മേടിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ആരാച്ചാർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പുതിയൊരു ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേത്രോന്മീലനം എടുത്തതാണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷമായി കേട്ടോ. കാരണം ഞാൻ ആരാച്ചാർ വായിച്ചിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ എഴുത്ത്. അതിനുശേഷം ഒരുപാട് ബുക്സ് ഞാൻ തപ്പി പിടിച്ച് പോയി വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക, അവരുടെ സൈൻ മേടിക്കുക, അവരോട് സംസാരിക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല സൈൻ മേടിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വരുന്ന ഏതൊരു ആളോടും മാം സംസാരിക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരോട് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ട്, അവരുടെ ആ ഒരു എഴുത്ത് പോലെ തന്നെ ആ വ്യക്തിയിലും നമ്മൾ ഇൻസ്പയർ ആവും. അങ്ങനെ നമ്മൾ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരികയാണ്. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ വഴിയിലൂടെയാണ് കയറിയത്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആദ്യം പോകുന്നത് സ്റ്റീഫൻ ദേവസിൻ്റെ ഒരു സെഷൻ കേൾക്കാനായിട്ടാണ് കേട്ടോ. നേരത്തെ KR മീരയുടെ മാത്രമല്ല കേട്ടോ, നമ്മൾ ബെന്യാമിൻ്റെ, അതുപോലെ TD രാമകൃഷ്ണൻ, അംബിക സുധൻ മങ്ങാടും, അങ്ങനെ ഒരുപാട് എഴുത്തുകാരുടെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള അവരുടെ പുസ്തകങ്ങൾ മേടിച്ചു. അതൊക്കെ തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് വൈകിട്ട് ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ നമ്മളത് കേൾക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവില്ല, ലേറ്റ് ആകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടോക്കും കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോയത് അവിടെ ഒരു എക്സിബിഷൻ പോലെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടായിരുന്നു.
അടുത്ത് നമ്മൾ പാർവതി തിരുവോത്തിൻ്റെ സെഷൻ കേൾക്കാനാണ് പോയത്. ഉള്ളൊഴുക്കുകളും സ്ത്രീയും സിനിമയും എന്നായിരുന്നു ടോപ്പിക്ക്. അവിടെയും നല്ല തിരക്ക് തന്നെയായിരുന്നു. നമ്മൾ പോയ മിക്ക സെഷനുകളിലും നമുക്ക് ഇതുപോലെ നിന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു അവസ്ഥ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു വൈബാണ്. ഉച്ചവെയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അടിപൊളിയാണ്. നടന്നിങ്ങനെ കാണാം. ഒരു സ്റ്റേജിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ തന്നെ കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ ആകെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം തന്നെയായിരുന്നു. പിന്നെ ഇത്തവണ നമുക്ക് കുറച്ച് നല്ല സെഷൻസൊക്കെ മിസ്സായി കേട്ടോ. അത് ഡെലിഗേറ്റ് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിലതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം മുതലാണെന്ന് തോന്നുന്നു അങ്ങനെ ആക്കിയത്. അതൊരു സങ്കടമായിട്ട് തോന്നി. പിന്നെ നമ്മളവിടെ ഫ്ലൂ മാർക്കറ്റിലൊക്കെ പോയി. അവിടെ കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അധികമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടത്. അങ്ങനെ ഒരുപാട് സെഷനുകളൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് കേട്ടോ അത്. സാക്ഷാൽ മണിരത്നം. എന്താ പറയുക, അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായ ആ ഒരു കയ്യടി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ സിനിമകളും ഇദ്ദേഹത്തെയൊക്കെ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. ആ സെഷൻ ഒരു പകുതി ആയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വന്നത്, ചിഞ്ചു. അപ്പോൾ അവളായിട്ട് സംസാരിച്ചൊക്കെ നിന്നു. അപ്പൂൻ്റെയൊക്കെ മുഖം കണ്ടാലറിയാം അത്രയ്ക്ക് നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. ആ സെഷനൊന്നും ഫുള്ളായിട്ട് കേൾക്കാനൊന്നും പറ്റിയില്ല, കാരണം നിന്നിട്ട് വേണം കേൾക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വേണം ശരിക്കും ഒന്ന് കേൾക്കാനായിട്ട്. അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു മെയിൻ ഉദ്ദേശം. അതെന്തായാലും നടന്നു. അങ്ങനെ നല്ലൊരു അസ്തമയമൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.